ഹലോ, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്ന് ഞാൻ ആൾറെഡി ഇപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിൽ നല്ലൊരു രീതിയിൽ ബ്രേക്കൗട്ട് മേലോട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിന്നൊരു ചെറിയൊരു അവിടെ നിന്ന് താഴേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. ആ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയത് ഞാൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടാം, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടെ ആ ഒരു 100 പോയിൻറ്റ്സെങ്കിലും നമുക്ക് കിട്ടുന്ന പോലെ ആണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അന്നേരം അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടൊരു അവിടെ നിന്നൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. വീണ്ടും മൂന്നാമത്തെ ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ അവിടെ നിന്ന് എടുത്തു. അതിനുശേഷം വീണ്ടും ഡൗണിക്ക് വന്നു. അപ്പോൾ ഞാൻ ഡൗണിക്ക് വന്നപ്പോൾ അവിടെ നിന്ന് റെഡ് ക്യാൻഡിൽ അവിടെ നിന്ന് ചെറുതായിട്ട് ഒരു ലോട്ട് കൂടെ വാങ്ങിച്ചു. അപ്പോൾ 2 ലോട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ 3 ലോട്ടാക്കിയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പം ഏകദേശം 240 സംതിങ് രൂപയിലാണ് വാങ്ങിച്ചത്. അത് 210 വരെ പോയി. 210 ഞാൻ ഒന്ന് ആവറേജ് ചെയ്തു. അതിന് ശേഷം അതിപ്പോൾ 230 220 ആ റേഞ്ചിലുണ്ട്. അപ്പോൾ ആവറേജ് പ്രൈസ് നമുക്ക് വന്നിട്ട് 232 രൂപയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ബുള്ളിഷായിട്ടാണ് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു മോർണിംഗ് തന്നെ. അതിന് ശേഷം അതിപ്പോൾ ചെറുതായിട്ടൊന്ന് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ അത് കണ്ടപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയൊരു മുകളോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം നമുക്ക് ഒരു റേഞ്ച് വരെ ഏകദേശം ഇപ്പോൾ ഏകദേശം റെസിസ്റ്റൻസ് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റേഞ്ച് വരെയെങ്കിലും മാർക്കറ്റ് വരികയാണെങ്കിൽ ഓക്കെ, ആ ഒരു സപ്പോർട്ട് വരെയെങ്കിലും വരികയാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. ഇനി അതെല്ലാം മാർക്കറ്റ് പകുതി ദൂരം പോയിട്ട് നമുക്ക് വരികയാണെങ്കിൽ കൂടെ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ട്രailing സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇറങ്ങും എന്തായാലും. അപ്പോൾ എന്തായാലും എൻട്രി പ്രൈസ് തന്നെ ഇറങ്ങുന്നൊരു സെറ്റപ്പ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നലെ അല്ല, ഈ ഫ്രൈഡേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് 2K ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2K പ്രോഫിറ്റ് ഉണ്ട്, കാരണം 2K ലോസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ കൺഫ്യൂഷനിൽ നിൽക്കാതെ നമ്മൾ ഇന്ന് എന്തായാലും അത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് തന്നെ നിൽക്കുന്നത്, ആവറേജ് പ്രൈസ് തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ആവാം. അപ്പോൾ എന്തായാലും സൈഡ് വേസ് തന്നെയാണ് മാർക്കറ്റ്. ഇപ്പോൾ എല്ലാത്തിലും നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു റെസ്റ്റ് എടുക്കുകയാണ്. നമുക്ക് നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു ഇറങ്ങാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ കാണുന്നത്. നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നതാണ്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ എൻട്രി പോയിൻറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസത്തിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് 2K വരെ പ്രോഫിറ്റ് വന്നു. അത് വീണ്ടും നമുക്ക് എൻട്രി പോയിൻറ്റിൽ തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാമായിരുന്നു, പക്ഷേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻട്രി പോയിൻറ്റിൽ തന്നെ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം നാളത്തേക്ക് എന്താ അവസ്ഥ എന്ന്.